വെൽക്കം ടു ക്വിസ് ആൻഡ് ഗസ്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുൻപായി കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു, ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഗ്രീക്ക് സാഹിത്യം. ശരി ഉത്തരം കമൻറ്റ് ചെയ്തവർ സിയോൺ, നിതുന, ശ്രേയ, ഹന സാലിയ, ഇസ്രത്ത് ജഹാൻ, സെബ, ഷെയ്ജ, അഹിയാൻ, ദേവിക മനോജ്, സെയ്ദ്, ഫാത്തിമ സിറാജ്, ഇഷ ഫാത്തിമ, ഹൈബ, ഇതൾ, അൻസിയ ഷെരീഫ്, തങ്കമണി, ഏഞ്ചൽ മരിയ അനിൽ, അനീഷ് കുമാർ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് യോഗാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. 2025 യോഗാ ദിനത്തിൻ്റെ പ്രമേയം അഥവാ തീം എന്താണ്? ഉത്തരം ഒരു ഭൂമിക്കു വേണ്ടി യോഗ, ഒരു ആരോഗ്യം, അഥവാ യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം ജൂൺ 21. യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ശരി ഉത്തരം പറയുന്നവരുടെ പേരുകൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേരുകളും കമൻറ്റ് ചെയ്യൂ. 2025 എത്രാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 11ാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ആഘോഷിക്കുന്നത്. 2025 11ാം അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ത്യയിൽ പ്രധാനമായി എവിടെയാണ് ആഘോഷിക്കുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം. അന്താരാഷ്ട്ര യോഗാ ദിനം ആരംഭിച്ചത് ഏതു വർഷം മുതൽ ആണ്? ഉത്തരം 2015 ജൂൺ 21 മുതൽ. ജൂൺ 21 യോഗാ ദിനമായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ഉത്തരം ജൂൺ 21 ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായതുകൊണ്ട്. യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പതഞ്ജലി മഹർഷി. 2014 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ യോഗാ ദിനം ആചരിക്കാനുള്ള ആശയം മുന്നോട്ട് വച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം നരേന്ദ്രമോദി. യോഗ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? ഉത്തരം സംസ്കൃതം. ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ യോഗ നടന്ന വർഷം? ഉത്തരം 2015 ജൂൺ 21. യോഗയിലെ പഞ്ചഭൂതങ്ങൾ ഏതെല്ലാം? ഉത്തരം പഞ്ചഭൂതങ്ങൾ 5 എണ്ണമാണ്. മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം. 2015 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ RBI പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയമാണ്? ഉത്തരം 10 രൂപയുടെ നാണയം. 2024 10ാമത് യോഗാ ദിനത്തിൻ്റെ പ്രമേയം അഥവാ തീം എന്തായിരുന്നു? ഉത്തരം സ്വയത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ, യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഇന്ത്യയിൽ യോഗ ആരംഭിച്ചത് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. യോഗയുടെ അടിസ്ഥാന ഗ്രന്ഥമായി കരുതുന്ന ഗ്രന്ഥമേത്? ഉത്തരം പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം. ഇന്ത്യയിൽ യോഗാ ദിനം ആചരിക്കുന്നത് ഏത് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്? ഉത്തരം മിനിസ്ട്രി ഓഫ് ആയുഷ്. യോഗയുടെ രാജാവ് എന്നറിയപ്പെടുന്ന യോഗ ഏതാണ്? ഉത്തരം സലംബ ശീർഷാസനം. എത്ര UN അംഗരാജ്യങ്ങൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നു? ഉത്തരം ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 177 രാജ്യങ്ങൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ യോഗ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഉത്തരേന്ത്യ. യോഗയുടെ ഏറ്റവും പഴയ രൂപം ഏതാണ്? ഉത്തരം വേദയോഗ. ലോക യോഗാ ദിനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ഏത് സമ്മേളനത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം സ്ഥാപിതമായത്?
ഉത്തരം 69ാമത് സമ്മേളനം. യോഗ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം സംയോജിപ്പിക്കുന്നത് അഥവാ യൂണിയൻ. ജീവാത്മാവിനെയും പരമാത്മാവിനെയും സംയോജിപ്പിക്കുന്നതാണ് യോഗ. യോഗാസനങ്ങൾ അടിസ്ഥാനപരമായി എത്രയാണ് ഉള്ളത്? ഉത്തരം 84 എണ്ണം ആണ് ഉള്ളത്. യോഗയിൽ നമസ്തേ എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം ഞാൻ നിന്നെ വണങ്ങുന്നു. ഏത് സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്? ഉത്തരം യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. യോഗയുടെ ലക്ഷ്യം എന്താണ്? ഉത്തരം പ്രധാനമായും യോഗയുടെ ലക്ഷ്യം മോക്ഷപ്രാപ്തി എന്നതാണ്. ന്യൂഡൽഹിയിൽ നടന്ന ആദ്യ അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിൽ എത്ര രാജ്യങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു? ഉത്തരം 84 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തിരുന്നു. സാധാരണ രക്തസമ്മർദ്ദം നിലനിർത്താൻ സഹായിക്കുന്ന യോഗാസനം ഏതാണ്? ഉത്തരം ശവാസനം. നമ്മുടെ പുരാതന പാരമ്പര്യത്തിൽ നിന്നുള്ള അമൂല്യമായ സമ്മാനമാണ് യോഗ. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിവ. കുട്ടികളുടെ ഉയരം കൂടുന്നതിന് സഹായിക്കുന്ന യോഗാസനം ഏതാണ്? ഉത്തരം തടാസന. സൂര്യ നമസ്കാരത്തിൽ എത്ര പോസുകൾ ഉണ്ട്? ഉത്തരം 12 പോസുകൾ. യോഗയുടെ ഘടകങ്ങളെക്കുറിച്ച് ഏതു വേദത്തിലാണ് പരാമർശിക്കുന്നത്? ഉത്തരം ഋഗ്വേദം. യോഗ സമ്പ്രദായമനുസരിച്ച് മനുഷ്യർക്ക് എത്ര കോശങ്ങളുണ്ട്? ഉത്തരം 5 കോശങ്ങളാണ് മനുഷ്യർക്കുള്ളത്. യോഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് എന്താണ്? ഉത്തരം ശരിയായ ശ്വസനം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുകയും ചെയ്യൂ. പഠന ആവശ്യവുമായി ബന്ധപ്പെട്ട ഉപകാരപ്രദമായ ക്വിസ് വീഡിയോകൾ ലഭിക്കുവാനും നല്ല അറിവുകൾ ലഭിക്കുവാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.